പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരുവറമ്പിലെ ജലോത്സവം കാണാൻ പോവുകയാണ്. നമുക്ക് കണ്ടിട്ട് വരാം. നമ്മുടെ ജലോത്സവമാണ് കേട്ടോ. നമ്മുടെ മലപ്പുറം ജില്ലയിലെ അരീക്കോട് കിഴപ്പറമ്പ് എടശ്ശേരി കടവിലാണ് ഇത് നടക്കുന്നത്. ജലോത്സവം എന്ന് മാത്രം പറഞ്ഞ് ഒതുക്കാനൊന്നും കഴിയില്ല കേട്ടോ. ഇതൊരു നാടിൻ്റെ ഉത്സവമാണ്. അനവധി തയ്യാറെടുപ്പുകൾക്ക് ശേഷം ഒരുങ്ങുന്ന ഒരു അതിമനോഹരമായ നാട്ടിലെ ഉത്സവം, ജലോത്സവം. ഈ ജീപ്പിൽ കണ്ടോ, ജീപ്പിൻ്റെ മുകളിലുള്ളതാണ് നമ്മളുടെ വിന്നേഴ്സ് ട്രോഫി. ഇതിവിടെ അടിപൊളിയായ ഒരു ഘോഷയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. ബാൻഡും ചെണ്ടമേളങ്ങളൊക്കെ ആയിട്ട് ഒരുക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ജലോത്സവം എന്ന് മാത്രം പറഞ്ഞ് ഒതുക്കാനൊന്നും കഴിയില്ല. കാരണം നിരവധി സവിശേഷതകളുണ്ട്. നമ്മളെ ഉത്സവം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ കല്യാണം കഴിച്ചവരും ബന്ധുക്കളും എല്ലാവരും നാട്ടിലേക്ക് വരുന്ന ഒരിതാണ്. അതുപോലെ തന്നെയാണ് ജലോത്സവമായിട്ടാണ് നമ്മൾ കിഴപ്പറമ്പുകാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ കെട്ടിച്ചയച്ചവരും ബന്ധുക്കളും എല്ലാവരും എത്തുന്ന ഒരു ഡേ ആണിന്ന്, ജലോത്സവ ദിവസം. ഇപ്പം നമ്മളെ ചെണ്ടമേളം തുടങ്ങി കഴിഞ്ഞിട്ട് കേട്ടോ, ഒന്ന് കണ്ടു. ഘോഷയാത്ര ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ചെണ്ടമേളങ്ങളൊക്കെ ആയിട്ട്. ഘോഷയാത്രേൻ്റെ ഇടയിലൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ ഗസ്റ്റുകളായിട്ട് വരുന്നത് നമ്മളെ കൊമ്പങ്ങാട് കോയയും കുഞ്ഞാപ്പുമാണ് കേട്ടോ. അവരിതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഘോഷയാത്രയിൽ അവർ പങ്കുചേരും. ചെണ്ടമേളം അടിപൊളിയായി തകർത്തുകൊണ്ടിരിക്കുകയാണ് അവർ. ഇതായി വരുന്ന 3 ജീപ്പിലുള്ള നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നിവർക്കുള്ള ട്രോഫികളാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കണ്ടോ, ഇവിടെ റൈസിംഗ് ഒക്കെ നടത്തുന്നുണ്ട് ഒരു ചെക്കൻ. ഇതാ നമ്മളെ ഘോഷയാത്ര വരുന്നുണ്ട്, ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഇതാ നമ്മളെ ഇടയിൽ നമ്മളെ കുമ്പങ്ങാടിയും കുഞ്ഞാപ്പും കയറുന്നുണ്ട് നമ്മളെ ജീപ്പിൽ. ഇതാ അവർ നമ്മളെ ജീപ്പിലൊക്കെ കയറിയിട്ടുണ്ട്. ഇനി അവരെയും വെച്ചുകൊണ്ടാണ് നമ്മൾ ഘോഷയാത്ര പോകാൻ പോകുന്നത്. നല്ല എന്താ പറയുക, നല്ലൊരു വൈബാണ് കേട്ടോ അവർക്ക്. കാരണം ഇന്ന ആൾക്കാരൊന്നും അതൊന്നുമില്ല, എല്ലാവരുടെ അടുത്തും നല്ല പെരുമാറ്റമാണ് കൊമ്പങ്ങാട് കോഴിക്ക് കുഞ്ഞാപ്പൂനും കേട്ടോ. എങ്ങനെയാണോ വീഡിയോയിൽ കാണുന്നത് അതിനനുസരിച്ച് തന്നെയാണ് അവർ ബിഹേവ് ചെയ്യണതും. ജലോത്സവ റാലി ഇങ്ങനെ പോയോണ്ടിരിക്കണം. ഇതൊക്കെ കണ്ട നമ്മൾ അനുഭവിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഒരു നല്ലൊരു അനുഭൂതിയാണ്. നമ്മളിതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഹരം കൊള്ളിക്കുന്ന ഒരിതാണ്. ഘോഷയാത്ര കഴിഞ്ഞാലാണ് ഞാൻ ഹരം കൂടാൻ പോകുന്നത് കേട്ടോ. പിന്നെ അത് അവിടെ കൊമ്പങ്ങാട് കോയനെയും കുഞ്ഞാപ്പൂനെയും കണ്ടിട്ടുള്ള അവരുടെ ഫാൻസിൻ്റെ തിരക്കാണ്. കൈയെടുത്ത് കൊടുത്തും മതിയായി നിൽക്കുകയാണ്. പക്ഷെ അവർക്കങ്ങനെ നിൽക്കൂല എന്നൊന്നും പറയുന്നില്ല. അവർ ഭയങ്കര ഫ്രീ ബേർഡ്സായിട്ട് അങ്ങനെ എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നുണ്ട്. ഭയങ്കര മിങ്കിളാവുന്ന ഒരു പേഴ്സണാണ് അവർ. കാണാൻ വേണ്ടി വന്നവരാണ് ഇതൊക്കെ. ഇതാ നമ്മളിപ്പോൾ ഇങ്ങനെ എടശ്ശേരി കടവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ട്രോഫിയൊക്കെ അവിടെ എത്തിക്കണമല്ലോ സ്റ്റേജിൽ. അതിന് വേണ്ടിയിട്ടുള്ള ഈ ഘോഷയാത്ര ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഇതന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും നാടിൻ്റെ ഒരു ഉത്സവമാണ്. കാരണം കണ്ടോ, അപ്പുറത്തും ഇപ്പുറത്തും കുറേ ഉള്ളത് തന്നെ ഫുൾ നമ്മളെ താത്താരും എല്ലാവരും ഉണ്ട്, കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നവരാണ്. ഇതാണ് പറയുന്നത്, ഉത്സവമാണ്, നമ്മുടെ നാടിൻ്റെ ഉത്സവമാണ്, ജലോത്സവമാണത്. പിന്നെ നമ്മളെ ഗസ്റ്റുകളെ പിന്നെ പറയും വേണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും സുപരിചിതരായ ഗസ്റ്റുകളാണ് നമ്മളെ കൊമ്പങ്ങാട് കോയയും കുഞ്ഞാപ്പും. അവരാണല്ലോ ഇപ്പം നമ്മളെ യൂട്യൂബിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഓരെ കാണാൻ തന്നെ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ തടിച്ചു കൂടിയിട്ടുണ്ട്. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. വൈബാണ് കേട്ടോ അവർ രണ്ടാളും.
ഇവർ ആദ്യമായിട്ടൊന്നല്ല കേട്ടോ നമ്മളെ നാട്ടിലേക്ക് വരുന്നത്. ഒരു വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ മുറിഞ്ഞാറ്റിലേക്കൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ജനങ്ങൾ അറിയുന്നത് ഇപ്പോഴാണ് ഇവർ വന്നത്. അവരൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ പബ്ലിക്കായിട്ട് അങ്ങനെ അങ്ങനെ വരുമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഇവർ വെള്ളം കളിക്ക് ഒരു ഗസ്റ്റാണ്, നമ്മളെ ഗസ്റ്റായിട്ട് വന്നതാണ്. ഓപ്പൺ ജീപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാണാൻ പറ്റും. ഓപ്പൺ ജീപ്പ് നമ്മളെ അയൽവാസീൻ്റെതാണ് കേട്ടോ, അയൽപക്കക്കാരുടേതാണ്. എല്ലാവരും അവരെ വീഡിയോ ഫോട്ടോ എടുക്കണവരെന്നേ ഉള്ളൂ, കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട്. ജലോത്സവ റാലി താട്ടി മനോഹരമായി അങ്ങനെ കടവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മക്കളെയൊന്നും കൊണ്ട് പോവാതിരിക്കാൻ കഴിയില്ല. എന്നാലും പോയാൽ പിന്നെ നമുക്ക് ബലൂണും അവർക്ക് വേണ്ട എല്ലാ കളി സാധനങ്ങളും ഫുള്ളും ഉണ്ട്. അങ്ങനെ നമ്മൾ നടന്നതാണ്. നമ്മൾ പാലത്തിലെത്തി. പാലം പിന്നെ പറയേണ്ട, പാലം ഇപ്പോഴാണ് കേട്ടോ അവിടെ ആളില്ലാത്തത്. കുറച്ച് കഴിയുമ്പോൾ പാലം നമ്മൾ അറിയില്ല, അത്രയ്ക്കും ജനങ്ങൾ തടിച്ചു കൂടിയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും പാലത്തിലൊക്കെ. ജലോത്സവ രാവ് അതിമനോഹരമാക്കുകയാണ് നമ്മളെ നാട്ടുകാർ, കമ്മിറ്റി ഭാരവാഹികളും എല്ലാവരും കൂടെ കൂടിയിട്ട്. പാവം തൊട്ട വെയിലുണ്ട്, അവർക്ക് പിന്നെ വെയിലൊന്നും കുഴപ്പമില്ല, അവർ ഫുൾ എൻജോയ് ആണ്. നമ്മൾ യൂട്യൂബേഴ്സൊക്കെ ആകുമ്പോൾ ഗസ്റ്റൊക്കെ ആകുമ്പോൾ അവർ കുറച്ചൊക്കെ ഒരു ദമ്മ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇല്ല കേട്ടോ അവർക്ക്. അവർ ഫുൾ വൈബ് മൂഡിലാണ്. വെയിലൊന്നും അവർക്കൊരു പ്രശ്നമല്ല. മക്കളുടെ ടോയ് കാറിലും ഉണ്ട് കേട്ടോ, കുറേ മക്കൾ ടോയ് കാറിലും എത്തിയിട്ടുണ്ട്. കുറേ തോണി കയറ്റിയിട്ട് വണ്ടിയിൽ ഗുഡ്സിൽ വെച്ചിട്ട് അങ്ങനെയുള്ള വരവ് ഘോഷയാത്രയിൽ അങ്ങനെ പിക്ചറൊക്കെ കൊടുക്കുന്നുണ്ട് കാണാനായിട്ട് എല്ലാവർക്കും. അങ്ങനെ ഘോഷയാത്ര തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്, കടവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ അപ്പുറം പാലം കടന്ന് അപ്പുറത്ത് പോയി ഇപ്പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 23ാമത് ഉത്തരമേഖലാ ജലോത്സവം PK സുൽഫിക്കർ സാഹിബ് മെമ്മോറിയൽ. ഈ വഴിയിലൂടെയാണ് കേട്ടോ നമ്മളിപ്പം പോകുന്നത്. ഇതിലൂടെ പോയി സ്റ്റേജിൽ അങ്ങനെ എത്തുന്നത് കണ്ടോ, കളിപ്പാട്ടങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. മക്കൾക്കൊന്നും ജലോത്സവമായിരിക്കില്ല, ഒരു കളിപ്പാട്ടും ഐസ്ക്രീമും വെള്ളവും അതൊക്കെ ആയിരിക്കും വേണ്ടത്. ഇതാണ് ഇവിടെ സ്റ്റേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പാലത്തിൻ്റെ താഴെയാണ് കേട്ടോ ഉള്ളത്. സ്റ്റേജ് പറഞ്ഞാൽ ഒരു ഭയങ്കര കഴിവിൻ്റെ ഒരു ഉദാഹരണമാണ് കേട്ടോ. സ്റ്റേജ് 3 തോണിയിലാണ് ആ സ്റ്റേജ്. നമ്മൾ പുഴയിലാണ് സ്റ്റേജ് ഒരുക്കിയിരിക്കുന്നത്, നമ്മളെ CH ക്ലബ്ബ്. നറുക്കെടുപ്പുണ്ട് കേട്ടോ. നറുക്കെടുപ്പിൻ്റെ കൂപ്പണിൽ ഫസ്റ്റ് പ്രൈസാണ് ആ സ്കൂട്ടി കേട്ടോ. ഇതാണ് നമ്മൾ തോണി. 3 ട്രാക്കിൽ മത്സരിക്കാനുള്ള 3 തോണികളാണിത്. ആരായിരിക്കും എന്നുള്ള ആകാംക്ഷയിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. അവർ നമ്മളെ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുകയാണ്. അപ്പം പാലത്തിൽ അത്ര ആൾക്കാരൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞാലേ വരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ് അവിടെ. ഇപ്പം തന്നെ ഒന്ന് വന്നാൽ നമുക്ക് അവിടെ മക്കളൊന്നായിട്ട് പിടിച്ചിക്കാൻ കഴിയില്ല. ഇപ്പോൾ കൊമ്പങ്ങാട് കോയം കുഞ്ഞാപ്പും ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇത്രയും ജനങ്ങൾ അവരെ കാണാൻ വേണ്ടി വന്നതാണ് ഇപ്പം തന്നെ കേട്ടോ. അല്ലാതെ വരാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടൊന്നല്ല, വെയിലായതുകൊണ്ടാണ്. വെയിലാകുമ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കും. അപ്പം നമുക്കൊരു അടിപൊളി സോങ് കേൾക്കാം. കൊമ്പങ്ങാട് കോയത്ത് കുഞ്ഞാപ്പൂൻ്റെ അടിപൊളി സോങ്. അവളുടെ മലക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ വളർന്നു വരും ഒരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ
इरादा है और वादा है മത്സരം ആരംഭിച്ചു. ആവേശങ്ങളെയും കൊടുമ്പിരി കൊള്ളുന്ന ഏറനാടിന്റെ മണ്ണിലെ ജലോത്സവത്തിനിതാ ആവേശത്തിന്റെ പൂത്തിരിക്ക് തിരികൊളുത്തി കഴിഞ്ഞു. ആദ്യ റൗണ്ട് പടയോട്ടത്തിൽ ഫെറാലി ഇന്റീരിയർ സ്പോൺസർ ചെയ്യുന്ന പ്രവാസി കർഷകൻ ഒത്തുപള്ളി പുറായ, ലഹരി മന്ത്രി സ്പോൺസർ ചെയ്യുന്ന CKTU ചെറുവാടി, TV സ്പോൺസർ മൈത്രി, വെട്ടുപാറ PT, വൈറ്റ് ട്രാക്കിൽ രണ്ടാം നമ്പർ ബോട്ടിൽ ഫെറാലി ഇന്റീരിയർ സ്പോൺസർ ചെയ്യുന്ന പ്രവാസി കർഷകൻ ഒത്തുപള്ളി പുറായ. അങ്ങനെ ഓളം തല്ലി കുതിച്ചു വരുമ്പോൾ പച്ച ട്രാക്കിൽ ഒന്നാം നമ്പർ ബോട്ടിൽ വരുന്നു CKTU ചെറുവാടി. യെല്ലോ ട്രാക്കിൽ മൂന്നാം നമ്പർ തോണിയിൽ മൈത്രി, വെട്ടുപാറ ടീമുകൾ തമ്മിലുള്ള ആദ്യ റൗണ്ട് പോരാട്ടത്തിനിതാ വെട്ടികച്ചു മുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏറനാടിന്റെ മണ്ണിലെ വേൾഡ് കപ്പ് എന്ന വിശേഷ നാമധേയമുള്ള ചാലിയാറിലെ ഓളപ്പരപ്പിലെ രാജാക്കന്മാരെ തേടിയുള്ള 23ാമത് ഉത്തര മേഖലാ ജലോത്സവത്തിന്റെ ആദ്യ റൗണ്ട് പടയോട്ടത്തിന്റെ പടച്ചട്ടയണിഞ്ഞ് കുതിച്ചു വരുന്ന 3 വള്ളങ്ങളുടെ തേരോട്ടമിത ചാലിയാറിന്റെ ഗോളപ്പരപ്പിൽ വിസ്മയം തീർക്കുന്ന മത്സരാവേശം കൊണ്ട് കളിയാവാസ്വാദകരുടെ മനം കവരുന്ന പോരാട്ടങ്ങളുമായി ആദ്യ റൗണ്ട് മത്സരത്തെ സമ്പന്നമാക്കുന്ന 3 ടീമുകൾ ഗൾഫോൺ ഡിജിറ്റൽ ഹബ് ഹരീക്കോട് സ്പോൺസർ ചെയ്യുന്ന ഒന്നാം നമ്പർ തോണിയിലൂടെ കടന്നുവരുന്ന കളിക്കൂട്ടങ്ങളായി ഫെറാലി ഇന്റീരിയർ സ്പോൺസർ ചെയ്യുന്ന പ്രവാസി കർഷകൻ ഒത്തുപള്ളി പുറ. ചാലിയാറിലെ പകരം വെക്കാൻ കഴിയാത്ത അമരക്കാരൻ ബീച്ചിയുടെ ടീമാണ്
കർഷകൻ OTP ആണ് കേട്ടോ ഫസ്റ്റ് പ്രൈസ് നേടിയിട്ടുള്ളത്. സെക്കൻഡ് നമ്മുടെ കളേഴ്സ് പഴംപറമ്പിനാണ് കിട്ടിയിട്ടുള്ളത്. തേർഡ് വന്നിട്ട് VYCC. ഇപ്പോൾ എല്ലാവരും അടുത്ത വർഷം നമ്മളെ ജലോത്സവം കാണാൻ വരിക നമ്മളെ നാട്ടിലേക്ക് കേട്ടോ. ആണ് നമ്മളെ കർഷകൻ്റെ ടീം. അപ്പം എല്ലാവരെയും അടുത്ത തവണ ക്ഷണിക്കുന്നു.